ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഗാന്ധി ജയന്തി അപ്പോൾ അത് കണ്ടു ഞാൻ്റെ വീട് അലങ്കോലായി കിടക്കുകയാണ്. ഫ്രണ്ട് ഇന്ന് ഒരു സൂപ്പർ സംഭവമായി വന്നിരിക്കുകയാണ്. ഞങ്ങളിതൊക്കെ അടിച്ച് വാരി ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ സ്കൂളിലൊക്കെ ക്ലീൻ ചെയ്യണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് അഴുക്കുണ്ട്, നമുക്കിത് ആദ്യം ക്ലീൻ ചെയ്യാം. ഞാൻ മാത്രമേ ഇത്രയും കഷ്ടപ്പെടണുള്ളൂ കേട്ടോ ഗൈസ്. അവരൊക്കെ തന്നെ മടിയനും മടിച്ചുമാണ്. ഞാനൊരു മടിയൻ, അപ്പുറത്തൊരു മടിച്ചി. അപ്പോഴാണ് ഇതേലെ ഞാനിത് അടിച്ച് വാരി അടുപ്പിച്ച് പുള്ളി പറിക്കാൻ ഇതൊക്കെ പറിച്ച് കളയാലേ? ഇത് പറിച്ച് കളയട്ടെ, ഇത് പറിച്ച് കളയണം. അപ്പൊ എൻ്റെ ചേട്ടൻ സഹായിക്കും. എൻ്റെ കസിൻ സഹായിക്കൂലെന്ന്. സൈക്കിൾ എടുക്കാനല്ല സിമ്പിളാ. പക്ഷെ അമ്മ ഇതാണ് ഇരട്ടി കഷ്ടപ്പാടാണ് ഉണ്ടാക്കണേ. അടുത്തുള്ള പഴക്കി വീടേക്ക് വരികയാണ്. ശബറുണ്ട് ഇതൊക്കെ പറ്റും. കുറച്ച് നേരം എടുക്കും. അവനവിടെ മടിയും പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അവൻ ഇതൊക്കെ പറിച്ചു. പക്ഷെ പറിച്ചിട്ടത് വീണ്ടും മോശമാക്കി മാറ്റിയിട്ടുണ്ട്. പതിയ രീതി അവനൊരു പീക്കിരിയല്ല, കുഴപ്പമൊന്നുമില്ല. ഇത് എൻ്റെ കസിനാണ്. ഗാന്ധി ജയന്തി ആയിട്ട് ഞാൻ അമ്മേനെ ഭയങ്കരമായി സഹായിച്ചു. അപ്പോഴെങ്കിൽ അടുത്ത വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാവുന്നതാണ്. ടാറ്റ, ബൈ ബൈ. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചേട്ടൻ ഗാന്ധിജി ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഗാന്ധിജിയുടെ ഒരു തോട്ടാണ് കേട്ടോ. ഇത് നോൺ വയലൻസ് ഈസ് എ വെപ്പൺ ഓഫ് ദ സ്ട്രോങ്. അപ്പൊ ഗൈസ് ഇവിടെ കണ്ടോ നമ്പർ എഴുതിയേക്കണ്ട്. ഇവന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കീറിയെടുത്തതാണ്. ഇവന്റെ ടെക്സ്റ്റ് ബുക്ക് അവൻ കൊണ്ടുപോയി കളഞ്ഞിട്ട് അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് തിരിച്ചു കിട്ടി. പക്ഷെ പ്രിന്റ് ഔട്ട് ഉണ്ടായിരുന്നു. ഞാൻ പ്രിന്റ് ഔട്ടിന്റെ ഒരു പേജിൽ ഗാന്ധിജിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവൻ എടുത്താണ്. ഇത് അവന്റെയാണ്. എന്റെ അവിടെ അകത്താണ് കേട്ടോ ഗൈസ്. ഗൈസ് അപ്പോഴാണെങ്കിൽ ഗാന്ധി ജയന്തി ആയിട്ട് ഞങ്ങൾ വീടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ ബൈ, സബ്സ്ക്രൈബ്